ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂർക്കാരുടെ സ്വന്തം മയോണൈസ് ചിക്കനാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്, അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് സവാള കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കണം കേട്ടോ. കൊത്തി അരിയുക എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് നമ്മൾ ഓംലെറ്റിനൊക്കെ അരിയുന്നില്ലേ, അതുപോലെ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അതിനുശേഷം അതിനകത്തോട്ട് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതിനകത്തോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, എരിവിന് പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് പച്ചമുളക് കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ ഇതിനകത്ത് തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല. പിന്നെ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ സോയ സോസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് സോയാ സോസിൻ്റെ ടേസ്റ്റ് അത്ര വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല. ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ നമ്മൾക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചിക്കനാണ് കേട്ടോ. ഞാനിവിടെ ഒരു 500 ഗ്രാം ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, കുറച്ചേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ പിന്നെ അതിന് എടുത്തത് ഞാൻ ഒരു സവാളയാണ്, 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ അതിനനുസരിച്ച് വേണം എടുക്കാനായിട്ട്. പിന്നെ കുറച്ച് എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് പിന്നെ ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇളക്കി എടുത്തിട്ട് അടച്ച് വെക്കാനായിട്ട് കേട്ടോ. ക്യാപ്സിക്കം ഞാൻ ചെറിയൊരു കഷ്ണമേ വേണ്ടു കേട്ടോ, ഒരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം മാത്രമേ വേണ്ടൂ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിനകത്തോട്ട് കുറച്ചൊരു 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് പിന്നെ അത് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ട് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു 1/2 കപ്പ്, ഒരുപാടൊന്നും വേണ്ട, നമ്മൾ ചിക്കൻ വേവാനുള്ള വെള്ളം മതി. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ദേ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ 2-3 പ്രാവശ്യം ഞാൻ തുറന്നിട്ട് ഇളക്കി നോക്കിയിട്ടുണ്ടായിരുന്നു, അടിക്ക് പിടിക്കാതെ നോക്കണം കേട്ടോ. പക്ഷേ ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ഇറക്കി വെക്കുക കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞ് തണുത്തതിന് ശേഷം വേണം നമ്മൾ മയോനൈസ് ചേർത്ത് കൊടുക്കാൻ. ഞാൻ ഈ 500 ഗ്രാം ചിക്കന് ഒരു മുട്ടയുടെ മയോനൈസാണ് എടുത്തിട്ടുള്ളത്. അത് ചൂടോടെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. നല്ലോണം തണുപ്പൊന്നും വേണ്ട, എന്നാലും ചെറിയ ചൂടിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മയോനൈസ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. സാധാരണ നമ്മൾ പിന്നെ കുബൂസിനൊന്നും ഉണ്ടാക്കുന്ന രീതിയിൽ ടൈറ്റായിട്ട് ഉണ്ടാക്കേണ്ട, കുറച്ച് ലൂസായിട്ട് മയോനൈസ് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് ചപ്പാത്തിൻ്റെ കൂടിയും പൊറോട്ടേൻ്റെ കൂടിയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ ഭട്ടൂരേൻ്റെ കൂടിയാണ് കേട്ടോ ഇത് ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നത്. എന്തായാലും ഇതൊന്നും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാലും എന്തായാലും നിങ്ങളതിനെ കമൻറ്റ് അറിയിക്കണം. ഇഷ്ടമാവാതിരിക്കില്ല, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇത്രയുള്ള വിശേഷങ്ങൾ. നമ്മുടെ മയോനൈസ് ചിക്കൻ്റെ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.